وأن مردنا إلى الله وأن المسرفين هم أصحاب النار. صلى الله وسلم عليك سيدنا يا رسول الله. صلى الله وسلم عليك سيدنا يا حبيب الله. بلغت الرسالة وأديت الأمانة ونصحت الأمة وكشفت الغمة وجاهدت في سبيل ربك حق جهاده وعبدت ربك حتى أتاك اليقين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. حتى إذا جاء أحدهم الموت قال رب ارجعوني أعمل صالحا قال رب ارجعوني لعلي أعمل صالحا فيما ترك كلا إنها كلمة هو قائلها ومن ورائهم برزخ إلى يوم يبعثون. صدق الله المولانا العظيم وصدق وبلغ رسوله النبي الكريم. نحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. وقال نبينا وقائدنا وأسوتنا ومحبوبنا محمد صلى الله عليه وسلم: القبر أول منزل من منازل الآخرة وآخر منزل من منازل الدنيا فمن نجا منه فما بعده أيسر وإن لم ينج منه فما بعده أشد. صدق رسول النبي المصطفى الأمين عليه وعلى آله أفضل الصلوات وأزكى التسليم. ബോക്സ് ಸ್ವಲ್ಪ ഈച്ച തിരിച്ചിങ്ങോട്ട് وما أحد ينجو من الموت سالما وسهم المنايا قد أصاب محمدا ولو كانت الدنيا بقاء لسالكين لكان رسول الله فيها مخلدا. يا سيد السادات جئتك قاصدا أرجو معك فلا تخيب مقصدي. الصلاة والسلام عليك يا رسول الله. الصلاة والسلام عليك يا حبيب الله. مرحبا يا نور عيني مرحبا يا رسول الله. مرحبا يا جد الحسين يا رسول الله. مرحبا وعلم أمة سيدنا محمد. അനുരാഗമുത്തായ ത്വഹ ഖൽബി അഭിലാഷമിന്റെ സിറാജ. അനുരാഗമുത്തായ ത്വഹ ഖൽബിൻ അഭിലാഷമിന്റെ സിറാജ. കരളിന്റെ ദാഹം കരതീർത്ത പ്രേമം മഹ്മൂദിനോട് വല്ലാത്ത സ്നേഹം മധുരാമദീനത്തെ
സുൽത്താൻ ഉറങ്ങും റോള ഷരീഫെന്ന മുത്താൻ നാദാവിധി കാട്ടു തിരിച്ച് ആരെത്താൻ അനുരാഗമുത്തായ താഹ അൽവിന്നഭിലാഷമെന്റെ സിറാജ മാതാവിനേക്കാൾ ഇഷ്ടം പകർന്ന് സൂക്ഷിച്ച നാമം ത്വാഹ റസൂല് മാതാവിനേക്കാൾ ഇഷ്ടം പകർന്ന് സൂക്ഷിച്ച നാമം ത്വാഹ റസൂല് ശറഫുൽ ബശറ നബിയെ മുത്തേ മുത്തിൻ്റെ തിരുറോള മുത്താൻ നാദാവിധി കാട്ടു തിരുചാരയെത്താൻ അനുരാഗമുത്തായ ത്വാഹ അൽവിന്നഭിലാഷമെന്റെ സിറാജ ഹൃദയാന്തരത്തിൽ എന്റെ ഹബീബ് ഉദികൊണ്ട മതിയായി ത്വാഹ റസൂല് ഹൃദയാന്തരത്തിൽ എന്റെ ഹബീബ് ഉദികൊണ്ട മതിയായി ത്വാഹ റസൂല് ശറഫുൽ ബശറ മുത്തേ മുത്തിൻ്റെ തിരുറോള മുത്താൻ നാദാവിധി കാട്ടു തിരുചാരയെത്താൻ അനുരാഗമുത്തായ ത്വാഹ ഖൽബിന്നഭിലാഷമെന്റെ സിറാജ ജന്നത്തിലേറാൻ നേരാം സബീല് ജൗഹറെ പ്രകാശം ത്വാഹ റസൂല് ജന്നത്തിലേറാൻ നേരാം സബീല് ജൗഹറെ പ്രകാശം ത്വാഹ റസൂല് ശറഫുൽ ബശറ നബി മുത്തയ്യേ മുത്തിൻ്റെ തിരുറോള മുത്താൻ നാദാവിധി കാട്ടു തിരുചാരയെത്താൻ അനുരാഗമുത്തായ ത്വാഹ ഖൽബിന്നഭിലാഷമെന്റെ സിറാജ അനുരാഗമുത്തായ ത്വാഹ ഖൽബിന്നഭിലാഷമെന്റെ സിറാജ ഏറ്റവും ആദരവും സ്നേഹവും നിറഞ്ഞ വേദിയിലുള്ള പ്രിയപ്പെട്ട ഉമറാക്കളെ ഉലമാക്കളെ സദസ്സിലുള്ള പ്രിയപ്പെട്ട രക്ഷിതാക്കളെ ചെറുപ്പക്കാരെ ഉമ്മപെങ്ങന്മാരെ വിദ്യാർത്ഥിനികളെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു നൂറക്കെ സലാം അടക്കലെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു കാരുണ്യവാനായ റബ്ബുൽ ഇസ്സത്ത് നമ്മളിവിടെ സംഗമിച്ചതുപോലെ അവന്റെ പരിശുദ്ധ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മേവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത്തരത്തിലുള്ള ഒരു നല്ല സംഗമം ഹബീബായ ത്വാഹ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പൊരുത്തപ്പെടുന്ന നല്ല ഒരു സദസ്സുകളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമാക്കപ്പെട്ട ദുനിയാവിന്റെ സ്വർഗമായ ഈ മതവിജ്ഞാന വേദിയുടെ ബർക്കത്ത് കൊണ്ട് നമ്മളുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഗുരുവന്യന്മാർ, പ്രിയപ്പെട്ട സഹോദര സഹോദരിമാർ, നമ്മളെ ഇഷ്ടപ്പെട്ടവർ, സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ഓടി നടന്നവർ, പല ആളുകളും മണ്ണറയുടെ അകത്തളത്താണ്. കാരുണ്യവാനായ റബ്ബുൽ ഇസ്സത്ത് എല്ലാവരുടെയും മണ്ണറയെ മണിയറയാക്കി പരിവർത്തിപ്പിക്കുമാറാകട്ടെ. വിശേഷമായി അടുത്ത ദിവസങ്ങളിൽ മരണപ്പെട്ടു പോയ അള്ളാഹുവിന്റെ വലി എന്നറിയപ്പെടുന്ന ഈ അടുത്ത കാലങ്ങളിൽ അള്ളാഹുവിന്റെ പരിശുദ്ധ റസൂല് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുസുന്നത്തിനെ തന്റെ ജീവിതത്തിലൂടെ പ്രവർത്തനങ്ങളാക്കി കാട്ടി ഈ പരിശുദ്ധമാക്കപ്പെട്ട മുസ്ലിം ഉമ്മത്തിന് നേതൃത്വം നൽകിയ ബഹുമാനപ്പെട്ട അത്തിപ്പറ്റ ഉസ്താദ് ആ മഹാനുഭാവന്റെ പൊരുത്തം അള്ളാഹു നമ്മൾക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ മഹാനുഭാവനോടൊപ്പം അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മേവരെയും പരിശുദ്ധ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. സമയം വളരെയേറെ വൈകിയിട്ടുണ്ട്. ഞാൻ വിചാരിച്ചത് 8 മണിക്ക് പ്രഭാഷണം തുടങ്ങുന്നതാണ് വിചാരിച്ചത്, 10 മണിക്ക് നിർത്താമെന്ന്. ഇപ്പോൾ നിർത്തേണ്ട സമയത്ത് തുടങ്ങുകയാണ്. ഇൻഷാ അല്ലാഹ് മൈക്കും ചെറിയൊരു വലിയൊരു റാഹത്തുള്ള രീതിയിൽ എനിക്ക് തോന്നുന്നില്ല. ഏതായാലും ഇൻഷാ അല്ലാഹ് ഏത് സമയം വരെ എത്തുന്നു അതുവരേക്കും ഇൻഷാ അല്ലാഹ് നല്ല രീതിയിൽ
അള്ളാഹുവിന്റെ പരിശുദ്ധ റസൂലിന്റെ തിരുസുന്നത്തുകൾ ഇവിടെ പറയുവാനും നമ്മളുടെ ജീവിതത്തിൽ പകർത്താൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹബീബായ ലോകത്തിന്റെ നായകന മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസം പരിശുദ്ധമാക്കപ്പെട്ട മദീന മുനവ്വറയിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അള്ളാഹുവിന്റെ പരിശുദ്ധ റസൂലിന്റെ പരിശുദ്ധ സന്നിധിയിലേക്ക് ഒരു മൂന്നാളുകൾ കടന്നു വരാറുണ്ടായി. അതിൽ നിന്ന് ഒരാൾ ആദ്യമായി കടന്നു വന്നു ഹബീബായ മുത്തുനബി മുഹമ്മദ് മുസ്തഫ. സ്വലാത്തിന്റെ വീര്യം കുറഞ്ഞു പോകാൻ പാടില്ല. ഹബീബായ ലോകത്തിന്റെ നായകന മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമാക്കപ്പെട്ട സദസ്സിന്റെ മുൻനിരയിലിരിക്കുകയുണ്ടായി. അള്ളാഹുവിന്റെ പരിശുദ്ധ റസൂല് പുഞ്ചിരിക്കാറുണ്ടായി. രണ്ടാമത്തെ ഒരാള് കടന്നു വന്നോ, ആദ്യം മുമ്പ് ചിരിക്കണോ അല്ലെ ബാക്ക് ചിരിക്കണോ എന്ന് അദ്ദേഹം ആലോചിച്ചു. അവസാനമായി മുമ്പ് ചിരിക്കാതെ ബാക്കിൽ പോയിരിക്കാറുണ്ടായി. മൂന്നാമത്തെ ഒരാൾ അദ്ദേഹം സദസ്സിന്റെ മുമ്പിലേക്കും വന്നില്ല, ബാക്കിലും വരുന്നില്ല, ഒരു സൈഡിലിരുന്ന് കൊണ്ട് അദ്ദേഹം പ്രസംഗം കേൾക്കാറുണ്ടായി. ഈ മൂന്ന് വിഭാഗം എല്ലാ നാട്ടിലുണ്ടാകും അല്ലെ. ഈ സദസ്സിന്റെ മുൻനിരയിലിരുന്ന ആൾക്കാരുണ്ട്, ബാക്കിലിരുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ആ സദസ്സിന്റെ ബാക്കിലുള്ള ആളുകൾ സദസ്സിന് മുമ്പിൽ കസാല കൊഴിഞ്ഞിട്ടുണ്ട്, അതിലേക്ക് ഇരുന്നാൽ വളരെയേറെ സന്തോഷമാണ്. അള്ളാഹു അതിന്റെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ പരിശുദ്ധ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മഹാന്മാരായ സ്വഹാബത്തുൽ കിറാം ചോദിച്ചു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ പരിശുദ്ധ റസൂലേ, മുത്തുനബിയേ, അങ്ങയുടെ പരിശുദ്ധമാക്കപ്പെട്ട സദസ്സിലേക്ക് ആദ്യമായി കടന്നു വന്നവരും മനുഷ്യരെ കണ്ട് അങ്ങ് പുഞ്ചിരിച്ചുവല്ലോ അള്ളാന്റെ പരിശുദ്ധ റസൂല്. രണ്ടാമത്തെ ഒരാളെ കണ്ടുകൊണ്ടും അള്ളാഹുവിന്റെ മുത്തുനബി അങ്ങ് പുഞ്ചിരിക്കാറുണ്ടായി. മൂന്നാമത്തെ ഒരാളെ കണ്ടുകൊണ്ട് ഹബീബേ, അങ്ങയുടെ മുഖം വല്ലാതെ വിവർണമാവാറുണ്ടായില്ല നബിയേ. എന്ത് കാരണമെന്ന് ചോദിക്കുമ്പോൾ ഹബീബായ ലോകത്തിന്റെ നായകന മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹാന്മാരായ സ്വഹാബത്തുൽ കിറാമിനോട് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട അസാദനഗറിലുള്ള പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളോട് വളരെയേറെ സ്നേഹത്തോടുകൂടെ പറയുകയാണ്, പൊന്നുമോനെ, ഹബീബായ ലോകത്തിന്റെ നായകനെ പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ട പൊന്നു സ്വഹാബ, എന്റെ പരിശുദ്ധമാക്കപ്പെട്ട സദസ്സിലേക്ക് ആദ്യമായി കടന്നു വന്ന ഒരു മനുഷ്യനുണ്ടല്ലോ, അവനെ പറ്റി ബഹുമാനപ്പെട്ട മാലാകന്മാരുടെ നേതാവായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്നുള്ള മാലാക ഈ പരിശുദ്ധമാക്കപ്പെട്ട സദസ്സിൽ വന്നിറങ്ങിക്കൊണ്ട് എന്നോട് പറഞ്ഞു, ആ മനുഷ്യനെ പറ്റി പറയാനുണ്ടായി, അള്ളാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട വിജ്ഞാനത്തിന്റെ വേദിയുടെ മുൻനിരയിൽ ആ മനുഷ്യൻ ഇരുന്നത് കൊണ്ട് ദുനിയാവിലും ആഖിറത്തിലും ആ മനുഷ്യരെ അല്ലാഹു ഇഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്നോട് പറയാറുണ്ടായി എന്ന് ഹബീബായ ലോകത്തിന്റെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ. രണ്ടാമത്തെ ഒരു മനുഷ്യനോ മുൻനിരയിലിരിക്കണോ ബാക്കിലിരിക്കണോ എന്ന് ആലോചിച്ചുകൊണ്ട് അവസാനമായി ബാക്കിലിരുന്ന ആ മനുഷ്യരെ പറ്റി അള്ളാഹുവിന്റെ പരിശുദ്ധ റസൂൽ പറയുന്നു, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അദ്ദേഹത്തിന് തൊട്ട് ലജ്ജിച്ചിരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട അസാദനകരിലുള്ള മുസ്ലിമിനോട് പറയാനുള്ളത്, അള്ളാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട വിജ്ഞാനത്തിന്റെ വേദിയിൽ ഉണ്ടാകുമ്പോൾ ഈ ഭൂമോദര തലങ്ങളിൽ വെച്ച് അള്ളാഹുവിന്റെ പരിശുദ്ധ റസൂല് പറഞ്ഞത്, സ്വർഗത്തിന്റെ പരിശുദ്ധമാക്കപ്പെട്ട സദസ്സുകള്, സ്വർഗത്തിന്റെ പരിശുദ്ധമാക്കപ്പെട്ട സ്ഥലങ്ങള് മൂന്ന് സ്ഥലങ്ങളാണ്. അതിൽ പെട്ട ഒന്നാമത്തെ സ്ഥലമേതെന്നറിയോ? മജ്ലിസുൽ ഇൽമി റൗദത്തുൻ മിൻ റിയാദിൽ ജന്ന. അല്ലാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട ദീന് പറഞ്ഞു കൊടുക്കുന്നതായ വിജ്ഞാനവേദി, ആ വിജ്ഞാനവേദി ഒരു സ്വർഗത്തിന്റെ മജ്ലിസാണെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. രണ്ടാമത്തെ സ്വർഗമേള എവിടെയെന്നറിയോ? അൽ ജന്നത്തു തഹത അഖ്ദാമിൽ ഉമ്മഹാത്ത്, ഉമ്മയുടെ കാൽ ചുവട്ടിലാണ് സ്വർഗമെന്ന് ഹബീബായ ലോകത്തിന്റെ നായകൻ സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ. മൂന്നാമത്തെ സ്വർഗം മാബൈന ഖബരി
വമിൻബരി റൗളത്തുൻ മിൻ റിയാദിൽ ജന്ന. എന്റെ ഖബറിന്റെയും അതുപോലെ തന്നെ മിമ്പറിന്റെയും ഇടയിലുള്ളതായ ഒരു സ്ഥലം അത് സ്വർഗീയ പൂന്തോപ്പാണെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ വിജ്ഞാനവേദികൾ എവിടെയുണ്ട്? പരിശുദ്ധമാക്കപ്പെട്ട സ്വർഗീയ പൂന്തോപ്പ് എവിടെയുണ്ട്? ആ സ്ഥലത്ത് വെച്ച് ഒരു മനുഷ്യന് മരണപ്പെട്ടാൽ ദഖലൽ ജന്ന, അവന് സ്വർഗ്ഗത്തിൽ കടക്കുമെന്ന് ഹബീബായ ലോകത്തിന്റെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ മുത്തുനബി തങ്ങളുടെ പരിശുദ്ധമാക്കപ്പെട്ട സദസ്സിലേക്ക് മൂന്നാമതായി കടന്നു വന്ന ഒരാളെ പറ്റി അള്ളാന്റെ പരിശുദ്ധ റസൂല് പറഞ്ഞ വാക്കെന്തെന്നറിയോ? സദസ്സിലേക്ക് വന്നില്ല. നമ്മളിൽ നിന്നും പല ആളുകളുണ്ട് പള്ളിയുടെ കമ്പൗണ്ടിൽ നിന്ന് പ്രസംഗം നടത്തുകയാണെങ്കിൽ പള്ളിയുടെ കമ്പൗണ്ടിന്റെ പിൻവശത്ത് നിന്നുകൊണ്ട് പ്രസംഗം കേൾക്കുന്ന ആൾക്കാരുണ്ട്. ബൈക്കിന്റെ മുകൾ ഭാഗത്തിരുന്നു കൊണ്ട് പ്രസംഗം കേൾക്കുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ ദൂരെ സ്ഥലങ്ങളിൽ നിന്ന് പ്രസംഗം വീക്ഷിക്കുന്ന ആളുകളുണ്ട്. അവരെ പറ്റി ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്നുള്ള മാലാഖ പറഞ്ഞ വാക്കെന്തെന്നറിയോ? അല്ലാഹു അൻഹു വജ്ഹാ, അവന്റെ മുഖത്തിലെ തൊട്ട് അല്ലാഹു തആല തിരിഞ്ഞു കളയട്ടെ എന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ഉമ്മത്ത്, ഈ പരിശുദ്ധമാക്കപ്പെട്ട മതവിജ്ഞാന വേദി വരുന്നുണ്ട്. എവിടെയെങ്ങാനും നിന്റെ ആത്മാവിനെ അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്നുള്ള മാലാഖ നിന്റെ ശരീരത്തിൽ നിന്ന് വേർപെടുത്തിയാൽ പൊന്നുമോനെ അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂൽ നിനക്ക് പറഞ്ഞത് നീ സ്വർഗ്ഗത്തിന്റെ മജ്ലിസിലാണടാ ഇരുന്നത്. അതുകൊണ്ട് നിനക്ക് ജന്നാത്തുൽ ഫിർദൗസ് എന്നുള്ള സ്വർഗ്ഗത്തിലെ സീറ്റ് നൽകുമെന്ന് ഹബീബായ ലോകത്തിന്റെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു നമ്മൾക്ക് തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. മൈക്ക് തിരിച്ചു വന്നില്ലാതെ മൈക്ക് നേരത്തെ ഉണ്ട പോലെ അതേ ശബ്ദത്തിൽ വെച്ചാൽ മതി. അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമാക്കപ്പെട്ട ജന്മം കൊണ്ട് അനുഗ്രഹീതമായ പരിശുദ്ധമാക്കപ്പെട്ട മാസത്തിനെ ഒന്ന് നമ്മൾ ഓർക്കാൻ വേണ്ടിയാണ് ഈ പരിശുദ്ധ ദിവസം ഒരുമിച്ച് കൂടിയത്. ഇൻഷാ അല്ലാഹ് നമ്മൾ ഇവിടെ ഒരു ചെറിയ ഒരു കാര്യം മാത്രം ഇവിടെ പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് താൽക്കാലികമായി വിരമിക്കാം. അല്ലാഹു അതിന്റെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾക്ക് ജീവിച്ചു പോകുന്നതായ ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ ഒരു മനുഷ്യന്റെ പടച്ചതമ്പുരാനായ റബ്ബുൽ ഇസ്സത്ത് 5 ലോകങ്ങളെയാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. 5 ലോകങ്ങളെ നമ്മൾക്ക് വിചാരിച്ചത് ഒരു ലോകം മാത്രമെന്നാണ്. നമ്മളൊക്കെ കണ്ടത് നമ്മളൊക്കെ വിചാരിച്ചു പോയത് ഒരു ദുനിയാവ് മാത്രമെന്നാണ്, ഒരു ലോകം മാത്രമെന്നാണ്. എന്നാൽ ഒരു മനുഷ്യൻ അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂല് പറയുന്നു, ഒരു മനുഷ്യൻ ഈ ഭൂമോദര തലങ്ങളിലെന്നല്ല, ഒരു മനുഷ്യന്റെ അവന്റെ ജീവിതത്തിൽ 5 ലോകങ്ങൾ കടന്നു പോകാറുണ്ട്. നമ്മൾ കഴിഞ്ഞു പോയ 2 ലോകങ്ങളുണ്ട്. ഇനി നമ്മൾ സ്വീകരിക്കാൻ പോകുന്ന 2 ലോകങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ ജീവിക്കുന്നതായ ഒരു ലോകമുണ്ട്. അങ്ങനെ 5 ലോകങ്ങളെ പറ്റിയാണ് അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂല് പറഞ്ഞത്. അതിൽ പെട്ട ഒന്നാമത്തെ ലോകമാണ് ആലമുൽ അർവാഹ്, ആത്മാക്കളുടെ ലോകമെന്ന് പറയുന്ന റൂഹിന്റെ ലോകമെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ. രണ്ടാമത്തെ ലോകമാണ് ആലമുൽ അർഹാം, ഉമ്മയുടെ ഗർഭാശയമായ കൊച്ചു ലോകമായ രണ്ടാമത്തെ ലോകം, ഉമ്മയുടെ ഗർഭാശയമായ ലോകമെന്ന് ഹബീബുനാ നബി മുഹമ്മദ് മുസ്തഫ. മൂന്നാമത്തെ ലോകമാണ് ആലമുദ് ദുനിയാ, ഞാനും നിങ്ങളും ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ദുനിയാവെന്നുള്ള ലോകമെന്ന സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. നാലാമത്തെ ലോകമാണ് ആലമുൽ ബർസഖ്, ആരാരുമില്ലാത്ത ഏകാഗ്രയുടെ ഒറ്റപ്പെട്ട വീടാകുന്ന മണ്ണറയുന്ന ലോകമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. അഞ്ചാമത്തെ ലോകമാണ് ആലമുൽ മഹ്ശർ, ഞാനും നിങ്ങളും സ്വീകരിക്കാതെ പോകുന്ന ഈ ആസാദ് നഗറിൽ എന്നല്ല, ബാംഗ്ലൂർ എന്നല്ല, ഈ ലോകത്തിന്റെ മുക്കുമൂലയിൽ റൂഹുള്ള ഓരോ മനുഷ്യനും ജീവിക്കാതെ പോകുന്നതായ ആലമുൽ മഹ്ശർ എന്നുള്ള ലോകമെന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ. ഒന്നാമത്തെ ലോകമുണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ആത്മാക്കളുടെ ലോകമുണ്ട്. ആത്മാക്കളുടെ ലോകത്തില് വലിയ ഒരു സംഭവമാണ് ഞാൻ ചുരുക്കി പറയുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ ഇനി ഖിയാമത്ത് നാൾ വരേക്കും ജീവിക്കാൻ പോകുന്ന ഓരോരുത്തരെയും സൃഷ്ടിച്ചുകൊണ്ട് ചോദിച്ചു, അലസ്തു ബിറബ്ബികും, അലസ്തു ബിറബ്ബികും, ഞാൻ നിങ്ങളുടെ റബ്ബല്ലയോ, ഞാൻ നിങ്ങളുടെ രക്ഷിതാവല്ലേ എന്ന് ചോദിക്കുമ്പോൾ അവിടെ നിന്നുള്ള ഒരു വിഭാഗം പറഞ്ഞു, ബലാ
ഞങ്ങളുടെ രക്ഷിതാവ്, നീ തന്നെയാണ് ഞങ്ങളുടെ തമ്പുരാൻ. ഞങ്ങളെ പരിപാലിക്കുന്നവൻ നീയാണ് അല്ലാ, ഞങ്ങളെ സൃഷ്ടിച്ചവൻ നീയാണ് റബ്ബേ. ബലാ ബലാ എന്ന് പറഞ്ഞുകൊണ്ട് കാരുണ്യവാനായ റബ്ബുൽ ഇസ്സത്തിന്റെ മുമ്പിൽ സാഷ്ടാംഗം ചെയ്യാറുണ്ടായി, സുജൂദ് ചെയ്യാറുണ്ടായി. അവരാണ് അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂൽ പറയുന്നത്, യൂലദു മുസ്ലിമാ വയമൂതു മുസ്ലിമാ. അവർ ഈ ലോകത്തിലേക്ക് പിറന്നു വീഴുമ്പോഴും മുസ്ലിമാ, മരണപ്പെട്ടു പോകുന്ന വേളയിലും മുസ്ലിം എന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. അതിൽ ആദ്യമായി പടച്ചതമ്പുരാന്റെ വാക്കുകളെ സ്വീകരിച്ചുകൊണ്ട് പടച്ചതമ്പുരാൻ അവസ്ഥ ഉറപ്പിക്കുമെന്ന് പറയുന്നതിന് മുമ്പ് തന്നെ സാഷ്ടാംഗം ചെയ്ത ആളുകളുണ്ട്. അത് വളരെ തുച്ഛമായ ആളുകളെ മാത്രമാണ്. അത് 1,24,000 അമ്പിയാക്കളെ മാത്രമാണ്. അതിലും പ്രത്യേകിച്ചും അല്ലാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൽ പറയപ്പെട്ട ആദം, ഇദ്രീസ്, നൂഹ്, നബി സാലിഹ്, ലൂത്ത്, ഇബ്രാഹിം സന്തതികൾ, ഇസ്മാഈലും ഇസ്ഹാഖും യഅ്ഖൂബ് ചണ്ടും മദിമുകളെങ്കും പവിഴമ്പോൾ അഴകിനു മരിശന തിരിയുസുബവരും അടികളിൽ വിലസിടും നബി അയ്യൂബവരും സുലൈമാന നബിയും മൂസ ഹൂദും അൽയസഫിൽ യാസഫ് യൂനുസുമേ സകരിയ ദാഊദും യഹ്യ ഈസ മുഹമ്മദ് നബിയുല്ലാഹ് താജുൽ അംബിയ സല്ലല്ലാഹ്. അല്ലാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൽ പറയപ്പെട്ട 25 നബിമാരടക്കമുള്ള 1,24,000 അമ്പിയാക്കള് പടച്ച തമ്പുരാന്റെ മുമ്പിൽ പറഞ്ഞു, ബലാ നീ തന്നെയാണ് റബ്ബേ, നീ തന്നെയാണ് അല്ലാഹ് ഞങ്ങളുടെ രക്ഷിതാവെന്ന് പറഞ്ഞ് സുജൂദ് ചെയ്ത കാരണം കൊണ്ട് പടച്ച തമ്പുരാനായ റബ്ബുൽ ഇസ്സ അവർക്ക് അത്തരത്തിലുള്ള പദവി കൊടുത്തു എന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. രണ്ടാമത്തെ ഒരു വിഭാഗമുണ്ട്, പടച്ച തമ്പുരാന് സുജൂദ് ചെയ്തു, പക്ഷേ ഒരൽപ്പം വൈകിക്കൊണ്ട അതിന്റെ കാരണം കൊണ്ടാ ഈ ഭൂമോദര തലങ്ങളില് അവർ പിറന്നു വീഴുന്ന സമയത്തിൽ മുസ്ലിമാണ്, മരിച്ചു പോകുന്ന വേളയിലും മുസ്ലിമായി മരണപ്പെട്ടു പോകുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമ്മൾക്ക് ആ സൗഭാഗ്യം തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. മരിക്കുന്ന വേളയിൽ സ്വർഗം കണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് മരിക്കാൻ ഈ സദസ്സിലുള്ള ഓരോരുത്തർക്കും അല്ലാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. രണ്ടാമത്തെ ഒരു വിഭാഗമുണ്ട്, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് വരെ സുജൂദ് ചെയ്ത് സാഷ്ടാംഗം ചെയ്ത് അല്ലാഹു അലസ്തു ബിറബ്ബിക്കും എന്ന് ചോദിക്കുമ്പോൾ സുജൂദ് ചെയ്ത്, പക്ഷേ ഒരൽപ്പം സമയം കഴിഞ്ഞപ്പോൾ അവരുടെ മനസ്സിന് വല്ലാത്ത ഒരു അസ്വസ്ഥതയാണ്, വല്ലാത്ത ഒരു ഏജാറാണ്, വല്ലാത്ത ഒരു ദുഃഖമാണ്. എന്തിനു വേണ്ടിയാ നമ്മൾ ഇവന് സുജൂദ് ചെയ്തത്? ഇവൻ ഞങ്ങളുടെ രക്ഷിതാവാണോ, ഇവൻ ഞങ്ങളുടെ തമ്പുരാനാണോ എന്നവരുടെ മനസ്സുകൊണ്ടവര് കുഫ്റിന്റെ നിയ്യത്തവർ കരുതിയപ്പോൾ അല്ലാഹു റബ്ബുൽ ഇസ്സ അവരെ കൊടുത്ത ശിക്ഷ എന്തെന്നറിയോ? യൂലദു മുസ്ലിമാ വയമൂതു കാഫിറാ. ജനിക്കുമ്പോൾ മുസ്ലിമാണ്, പക്ഷേ മരണപ്പെട്ടു പോകുന്ന വേളയില് അവന് കാഫിറായി ചത്തുപോകുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ആസാദ് നഗറിലെ മുസ്ലിമേ, എത്രയോ 18, 20, 22 വയസ്സുള്ള കോളേജിലേക്ക് പോകുന്ന പെരുമണികൾ സുബ്ഹാനല്ലാഹ് അമുസ്ലിമിന്റെ കൂടെ ഒളിച്ചോടിക്കൊണ്ട് ഏതോ അമ്പലത്തിൽ പോയി കല്യാണം കഴിച്ചുകൊണ്ട് അവസാനമായി വിറകിന്റെ കഷ്ണങ്ങളായി മാറുന്നത് ഏതോ ക്രിസ്ത്യൻ സമുദായത്തിലേക്ക് ചേർന്നുകൊണ്ട് ഹിന്ദു സമുദായത്തിലേക്ക് ചേർന്നുകൊണ്ട് മരണപ്പെട്ടു പോകുന്ന വേളയില് നഫീസ എന്ന് പേര് വെച്ച, ഫാത്തിമ എന്ന് പേര് വെച്ച ഓരോ മുസ്ലിം പെണ്ണ് മരണപ്പെട്ടു പോകുന്ന വേളയില് കാഫിറായി ചത്തുപോകാനുള്ള കാരണം എന്തെന്നറിയോ? അല്ലാഹുവിനെ ആദ്യമായി സുജൂദ് ചെയ്തു, പക്ഷേ മനസ്സിൽ ദുഃഖിച്ചു. ഇവനാണോ ഞങ്ങൾ സുജൂദ് ചെയ്തതെന്ന് അല്ലാഹുവിനോട് അവർ മനസ്സുകൊണ്ട് ദുഃഖിച്ചു. അതിന്റെ കാരണം കൊണ്ടാണ് പെങ്ങളെ, ആ പ്രിയപ്പെട്ട പെങ്ങൾക്ക് പടച്ച തമ്പുരാൻ ഈ ഭൂമോദര തലങ്ങളിൽ ശിക്ഷ കൊടുത്തത്. ഒരു മുസ്ലിമായ പെണ്ണ് ഏതെങ്കിലും മുസ്ലിമിന്റെ കൂടെ ഒളിച്ചോടിയത് കൊണ്ട് നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല, കൊണ്ട് പ്രചരിപ്പിക്കേണ്ട ആവശ്യം